വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് റേഷനറി ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് റേഷനറി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 7-8 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കാം. ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അങ്ങനെയായാലും മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂർ നേരത്തോളം ഇതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന പാകത്തിനായിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഫുൾ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചോറിലൊക്കെ വെള്ളം ഊറ്റിയെടുക്കുന്ന പോലെ വേണം ഇതിലെ വെള്ളം ഊറ്റിയെടുക്കാനായിട്ട്. ഞാനിതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആദ്യം അല്പാൽപ്പമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് ആദ്യം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടും പിന്നീട് കൈ ഉപയോഗിച്ചിട്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ശേഷം ഇത് ഉരുളകളാക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ ഉരുളകൾ വേണം ആക്കി കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 വലിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇലയടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊരു നുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ കാഷ്യൂനട്ടും പഴം നുറുങ്ങിയതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അട വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം വാഴയില എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഉരുളിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വാഴയിലക്ക് പകരം ഫിൽറ്റർ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതായാലും മതിയാവും. എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിനി ഇതുപോലെ ഒന്ന് മടക്കി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഇലയട അതിലൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരേ സമയം ഒരു 2-3 ഒക്കെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. 5-10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ആവി വരുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം.